എപ്പോഴും ചിക്കനോണ്ട് ഓരോന്ന് ഉണ്ടാക്കലുണ്ട് ഞാൻ. എന്നാൽ ഇത്തവണ മീൻകറി തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. അതും ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല റിച്ച് മീൻ അങ്ങോട്ട് വാങ്ങി, നല്ല കാളാഞ്ചി മീൻ. എൻ്റെ അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടും കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒറ്റയ്ക്ക് ഞാൻ അങ്ങനെ മീൻകറി വെച്ചു. ഉണ്ടാക്കി വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ചെറിയുള്ളി നല്ല മഞ്ഞ കളറായി വരുമ്പോൾ എല്ലാ പൊടികളും കൂടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇട്ടിട്ട് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം. ഇത് നല്ലോണം ഒന്ന് ചൂടാറിയിട്ട് നമ്മളൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം കേട്ടോ, കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട്. അത് കഴിഞ്ഞിട്ട് ആ സെയിം ജാറ് കഴുകാതെ മാറ്റി വെച്ച തേങ്ങയും കൂടെ ഒന്ന് അരച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴും നല്ല മണം ഇങ്ങനെ വന്നിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും ശ്യാമും അച്ഛനും നല്ല മീൻകറിയും മീൻ വറുത്തതും പല പല സാധനങ്ങൾ മീൻ വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാൻ അന്നും ചിക്കൻ്റെ ആളായിരുന്നു. ഇപ്പം എന്താ അറിയില്ല, കുറച്ച് ദിവസമായിട്ട് മീൻകറി ഒറ്റയ്ക്കൊന്നും ഉണ്ടാക്കണം എന്നിങ്ങനെ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പോഴേക്കപ്പോഴും പോയിട്ടാണ് ഈ മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത് കേട്ടോ. അതും കൊടമ്പുളി ഇട്ട് തേങ്ങ അരച്ച മീൻകറി തന്നെ ഉണ്ടാക്കണം എന്നും ഉണ്ടായിരുന്നു. ഇതിൽ പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എനിക്ക് വിനാഗിരിയുടെ പുളിയും കൂടെ നല്ല ഇഷ്ടമായതുകൊണ്ടാണ് ഞാനത് ഇട്ടത്. അല്ലെങ്കിൽ ആ കൊടമ്പുളി തന്നെ കുറച്ച് കൂട്ടിയിട്ടാൽ മതി കേട്ടോ. എന്താണെങ്കിലും മീൻകറി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് അടച്ച് വെക്കുക. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ.